ലോകത്തിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് പ്രൊഡക്ഷൻ സെൻറ്റർ ഇറാനിലാണ്. സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡ് ബുഷഹർ പ്രൊവിൻസിലാണ് ഈ പ്ലാന്റ് ഉള്ളത്. അവിടെ നിന്ന് ഏതാണ്ട് 12 മില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസാണ് ഒരു ദിവസം പുറത്തേക്ക് വരുന്നത്. അവിടെ ഇന്നലെ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇസ്രായേൽ ഇറാൻ്റെ എനർജി സെക്ടറിൽ നടത്തുന്ന ആദ്യത്തെ അടിയാണ്. അതായത് ഇറാൻ ഈ ഗ്യാസ് ആകെ വാങ്ങുന്നത് ഖത്തർ മാത്രമാണ്. ഖത്തർ ഇത് വാങ്ങിയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ ഉപരോധം ഉള്ളതുകൊണ്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസിൻ്റെ 66% ഇറാൻ്റെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനം, ഹീറ്റിംഗ്, തണുപ്പുണ്ടെങ്കിൽ അതിന് ചൂടുണ്ടാക്കാൻ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഓയിൽ ഫീൽഡ് അല്ലെ ഗ്യാസ് ഫീൽഡ് ഏതാണ്ട് പൂർണ്ണമായും തകർത്ത നിലയിലാണ് ആക്രമണത്തിൽ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ഇറാൻ്റെ ആവശ്യത്തിനുള്ള LNG ഇല്ലാണ്ട് വരും. 2, ഖത്തറിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിഹിതമില്ലാണ്ട് വരും. യൂറോപ്പിനെ ബാധിക്കും. ഖത്തർ ഇത് മറിച്ചിട്ട് നമ്മൾ റഷ്യൻ എണ്ണ വാങ്ങി നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുന്ന, റിഫൈൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇറാനെതിരെ ഉപരോധമുണ്ടെങ്കിലും ഖത്തർ ഈ നാച്ചുറൽ ഗ്യാസ് വാങ്ങിച്ചിട്ട് ഖത്തർ അത് മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ലോകത്ത് പ്രകൃതിവാതകത്തിൻ്റെ, നാച്ചുറൽ ഗ്യാസിൻ്റെ ഒരു ലഭ്യതക്കുറവ്, ക്ഷാമമുണ്ടാക്കാനും അതിന് വില കൂടാനും സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അതല്ലാതെ ദൂരവ്യാപകമായ മറ്റ് ചില പ്രത്യാഘാതങ്ങൾ കൂടി ജിയോ പൊളിറ്റിക്കലി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. കാരണം ഈ സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിൽ മറ്റൊരു അവകാശം കൂടിയുണ്ട്. അത് ഈ സൗത്ത് പാർസ് 9700 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ ഇറാനിൽ 3700 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ഇറാൻ്റെ കൈവശമുള്ളത്. ബാക്കി ഖത്തറിൻ്റെ കയ്യിലാണ്. ഈ സൗത്ത് പാഴ്സിലെ ഈ ഉൽപാദനമൊക്കെ ഖത്തറും ഇറാനും സംയുക്തമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൗത്ത് പാഴ്സിൽ നടന്നിട്ടുള്ള ഒരു ആക്രമണം ഖത്തറിനെതിരായ ഇസ്രയേലിൻ്റെ ആക്രമണമാണ് എന്നുകൂടി ഇറാന് വേണമെങ്കിൽ വാദിക്കാം, ഖത്തറിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കാം. കാരണം ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങളോട് പാകിസ്ഥാൻ ഏറ്റിട്ടുണ്ട്, അവർ ആണവായുധം വേണമെങ്കിൽ പ്രയോഗിച്ചോളാം. അതെ, പാകിസ്ഥാൻ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ചോളും എന്തൊക്കെ പറഞ്ഞ് ചുമ്മാ ഇരിക്കുന്ന പാകിസ്ഥാനും അടിമേടിച്ചു കൊടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. ഇറാൻ ഈ യുദ്ധം കുറച്ചുകൂടി വ്യാപകമാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പലരെയും ഇന്ത്യത്തേക്ക് വലിച്ചിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, അവർ ഖത്തറിനെ ഇതിൻ്റെ അകത്ത് വലിച്ചിടാൻ നോക്കും. ഖത്തർ ഈ 77 മില്യൺ ടൺ LNG ആണ് അവിടുന്ന് വാങ്ങുന്നത്. മാത്രമല്ല, പല ആളുകളും ഈ ഇറാനെതിരെ വലിയ ഉപരോധം, ഇറാൻ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോഴാണ് ഖത്തറും ഇറാനും കൂടി ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ എണ്ണ ഉൽപ്പാദനത്തിൽ അമേരിക്ക, അല്ല എണ്ണയല്ല, നാച്ചുറൽ ഗ്യാസിന്റെ ഉൽപ്പാദനത്തിൽ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ മൂന്നാമത്തതാണ് ഇറാനാണ്. ഇതാണ് ലോകത്തിലെ, പക്ഷേ മൂന്നാമത്തെ ആണെങ്കിലും ഒന്നാമത്തെ എണ്ണപ്പാടം ഇറാന്റെയാണ്. അതെ, ഇതാണ് ഈ സൗത്ത് പാഴ്സ് ആണ്. അവിടെ ഈ എണ്ണപ്പാടം ഉണ്ട്, പിന്നെ പ്രോസസ്സിംഗ് പ്ലാന്റും ഉണ്ട്. 51 ട്രില്യൺ ക്യൂബിക് മീറ്റർ നാച്ചുറൽ ഗ്യാസ് അവിടെ മൊത്തം ഈ പാടത്ത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നാച്ചുറൽ ഗ്യാസിൻ്റെ 48% വരും. അത് ഇറാൻ ഗ്യാസ് റിസർവ് എന്ന് പറയുന്നത്. ഇറാനിൻ്റെ നാച്ചുറൽ ഗ്യാസ് ഉൽപ്പാദനം ഈ പറഞ്ഞ പോലെ അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ ഇറാനാണ്. അവിടെയാണ് ഈ തീ പടർന്നത്. ഫേസ് 14 അതിൽ 4 യൂണിറ്റ് ഉള്ളതിൽ ഒന്നാമത്തെ യൂണിറ്റിലാണ് തീ പടർന്നത്. ഒന്നാമത്തെ യൂണിറ്റ് അത് കെടുത്തിയതായിട്ട് പറയുന്നുണ്ട്. എത്ര കണ്ട് വിശ്വസിക്കാം? എണ്ണയില്ലേ, ഗ്യാസും ഒക്കെ കെടുത്തിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് ഇറാൻ. 12 മില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസ് പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം അതിപ്പോൾ നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഗ്യാസ് ഉൽപ്പാദനം ഇല്ല, അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ആഗോള വിപണിയിൽ ഉണ്ടാവും. ആഗോള വിപണി മാത്രം ഇറാനെ ബാധിക്കും, ഇറാനെ വല്ലാതെ ബാധിക്കും. വൈദ്യുതി ഉൽപ്പാദനം നിൽക്കും. ഈ ആക്രമണം നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പം തന്നെ ഓൾറെഡി മുമ്പുള്ള ആക്രമണം കാരണം തന്നെ അവിടെ ഈ എനർജി സെക്ടറിൽ വലിയ പ്രശ്നമുണ്ട്. ആളുകൾക്ക് വൈദ്യുതി ഒന്നുമില്ല, വീട്ടിൽ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് വല്ലാതെ ബാധിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ
ഇതിപ്പോൾ ചെയ്തതെന്ന് തോന്നുന്നു. ഇറാൻ ഓയിൽ റിഫൈനിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി പറഞ്ഞിരിക്കുന്നത് റിഫൈനിങ് ആൻഡ് സ്റ്റോറേജ് ആ ഫെസിലിറ്റീസിന് കേടില്ല എന്നവർ അവകാശപ്പെട്ടിട്ടുണ്ട്. അതും ശരിയാണോ എന്ന് അറിയില്ല. ഒരു വർഷം ഇറാൻ 275 ബില്യൺ ക്യൂബിക് മീറ്റർ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അത് ആഗോളതലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 6.5%. നേരത്തെ പറഞ്ഞ പോലെ ഇറാനിൽ തന്നെയാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇസ്രയേൽ ആദ്യമായിട്ടാണ് നേരിട്ട് ഒരു ഊർജ കേന്ദ്രം ആക്രമിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ബൈഡൻ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ന്യൂക്ലിയർ എനർജി സെക്ടറുകളിൽ അടിക്കരുതെന്ന് എന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. പക്ഷെ വേറെ എവിടെയൊക്കെ പുകയൊക്കെ ചെറിയ റിഫൈനിങ് ഫെസിലിറ്റി അവിടെ തീപിടുത്തവും സ്ഫോടനമൊക്കെ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണെന്നൊക്കെ ഇറാൻ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു, സംശയം ഉണ്ടായിരുന്നു. ഇത് ആൽബെയ്ക്കിന് ശേഷം ഏറ്റവും വലിയ ആക്രമണമാണ് ലോകത്തിൽ തന്നെ. 2019 സൗദി എണ്ണപ്പാടം, അതാണ് ഈ ആൽബെയ്ക്ക് ആക്രമണം എന്ന് പറയുന്നത്. സൗദി എണ്ണപ്പാടങ്ങളിൽ 2019 ആക്രമണം നടന്നു. ആരാംകോയുടെ, സൗദിയുടെ തന്നെ ആരാംകോയുടെ എണ്ണപ്പാടങ്ങൾ ഡ്രോണുകൾ കൊണ്ട് ആണ് ഈ കിഴക്കൻ സൗദിയിലെ ഈ ക്വയ്ക്കിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നത്. ഹൂത്തികളാണ് ആക്രമിച്ചത്. ഹൂത്തികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അന്ന് സൗദി പറഞ്ഞു ഇറാനാണ്. അതെ, ഉറപ്പല്ലേ, ഇറാനാണ്. അപ്പം അന്ന് ഇറാൻ ചെയ്തിട്ടുള്ളതാണ് ഈ സൗദിയൊക്കെ ഇപ്പം തിരിച്ചു കിട്ടുകയാണ്. അപ്പോൾ ഈ സൗദിയെ പോലെ ഒരു രാജ്യവും ഗൾഫിൽ നിന്ന് ഇറാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടില്ല. യമൻ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി ഇടപെട്ടു എന്നാണ് അന്ന് ആരോപിച്ചത് അവർ ഈ ആക്രമണ സമയത്ത് ഹൂത്തികൾ. ഈ ഡ്രോണുകളും ക്രൂസ് മിസൈലുകളും വടക്ക് നിന്നും കിഴക്ക് നിന്നും ഈ ആരാംകോയുടെ എണ്ണപ്പാടത്തിൻ്റെ നേരെ വന്നു. ഇറാൻ നിർമ്മിതമായിരുന്നു ഈ മിസൈലുകൾ, ഡ്രോണുകൾ എന്നൊക്കെ സൗദിയും പറഞ്ഞു. 2019 ഗൾഫ് പ്രതിസന്ധിക്ക് ഇത് കാരണമായി. എണ്ണ പ്രതിസന്ധി മണിക്കൂറുകൾ കൊണ്ട് അണച്ചതായിട്ട് പറയുന്നുണ്ട്. അന്നും അമേരിക്കയുടെ സഹായം ഉണ്ടായിരുന്നിരിക്കുമല്ലോ. ഉൽപാദനം പകുതിയായിട്ട് കുറഞ്ഞു, 5% മാത്രമായി. ഇസ്രയേൽ പൗരന്മാരെ ഇറാൻ ലക്ഷ്യമാക്കിയാൽ ഊർജ കേന്ദ്രങ്ങൾ ആക്രമിക്കും എന്ന് ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. നെതന്യാഹു പറഞ്ഞിരുന്നതാണ്. ഇപ്പം വില ഈ ആക്രമണം നടന്നപ്പോൾ 14% കൂടി. അത് കഴിഞ്ഞ് 7% വന്നു. 73 രൂപയായി ബാരലിന് എന്ന് പറയുമ്പോൾ $6,200. $6,200 രൂപ വരും. ഇറാൻ 3.3 മില്യൺ ബാരൽസ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ നിന്ന് 2 മില്യൺ കയറ്റുമതി ചെയ്യുന്നു. പക്ഷേ ഇറാനിലെ ഏറ്റവും വലിയ ഒരു എണ്ണ കേന്ദ്രം ഗാർഗ് ഐലൻഡാണ്. മുമ്പത്തെ ചർച്ചകളൊക്കെ പറയുമായിരുന്നു ഗാർഗ് ഐലൻഡ്, അവിടെ തൊട്ടിട്ടില്ല. അപ്പോൾ ഗാർഗ് ഐലൻഡ് എപ്പോഴാണ് ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കത്താൻ സാധ്യത. മാത്രമല്ല വേറെ രണ്ട് കേന്ദ്രങ്ങൾ പറഞ്ഞു. കിങ് ഐലൻഡ് ഉണ്ട്, ഓയിൽ എക്സ്പോർട്ട് ടെർമിനലാണ്. പിന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ് ഈ ഒരു ദിവസം 14 മില്യൺ ബാരൽ ക്രൂഡാണ് ഒരു ദിവസം അതിലേക്ക് കടന്നു പോകുന്നത്. അതെ, ലോകത്തെ ഈ ക്രൂഡ് എക്സ്പോർട്ടിൻ്റെ 21% ഹോർമുസ് വഴിയാണ് പോകുന്നത്. അവിടെയും ചിലപ്പോൾ ആക്രമണം ഉണ്ടായേക്കും എന്നുള്ള ആശങ്കയുണ്ട്. ഹോർമുസ് നമുക്ക് വേറെ സംസാരിക്കാം, നല്ല വിഷയമാണത്. അപ്പോൾ ഈ എക്സ്പോർട്സിന് 90% ഇറാൻ്റെ കയറ്റുമതിയും ഗാർഗ് ഐലൻഡിൽ നിന്നുള്ള എണ്ണയാണ്. അവിടെ ശുദ്ധീകരണശാലകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ആക്രമണം ഗൾഫിനെ ബാധിച്ചു കഴിഞ്ഞു. ഈ സൗത്ത് പാഴ്സ് എന്ന് വിദേശമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ ഇൻവോൾവ് ആണെന്നും അരാക്ചി പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഇസ്രയേലിൻ്റെ മന്ത്രിയാകുമ്പോൾ അങ്ങനെ പറയണമല്ലോ. ഇറാൻ്റെ മന്ത്രിയാകുമ്പോൾ അതെ. അമേരിക്കയ്ക്ക് പങ്കാളിത്തം ഉണ്ടെന്നല്ല സംശയമൊന്നുമില്ല. അമേരിക്കയുടെ അറിവോടും സമ്മതത്തോടും പങ്കാളിത്തത്തോടും കൂടി തന്നെയാണ് ഇസ്രായേലിൻ്റെ നീക്കം. അമേരിക്ക വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അമേരിക്ക പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി നോക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അടിക്കും. കാരണം ഈ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ മറ്റേ
ഡിസ്ട്രോയേഴ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. എല്ലാ സന്നാഹവും ശരിയാണ്. മാത്രമല്ല ഈ ഫാർദോ ഒന്നും തകർക്കാൻ ഇസ്രായേലിന് പറ്റിയിട്ടില്ല. കാരണം അത് മലയ്ക്കകത്താണ്. അതിനുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുപോകാനുള്ള ഫൈറ്ററുകൾ ഡിഗോ ഗാർഷി എന്ന് പറയണം. അത് ഡിഗോ ഗാർഷി എന്ന് പറയണം. ഇനി അത് ഒന്നും വന്നാൽ അത് ക്യാരി ചെയ്യാനുള്ള ഫൈറ്റേഴ്സ് ഇസ്രായേലിൻ്റെ കയ്യിൽ ഇല്ല. അമേരിക്കയുടെ സാധനം കിട്ടണം. അതെ, അമേരിക്കയ്ക്ക് ആ ഫാർദോ തകർക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു മല തുറന്ന് മലയ്ക്കകത്ത് 1 കിലോമീറ്റർ ആഴത്തിൽ ആണ് വെച്ചിരിക്കുന്നത്. ഖൂം മലയിലാണ്. ഖൂം സിറ്റിക്ക് അവരുടെ മതപഠന കേന്ദ്രമൊക്കെ ഉള്ള മതപഠന കേന്ദ്രവും സെമിനാരിയും എല്ലാം ഖൂമിലാണ്. ഈ മറ്റേ ഈ ഹസൻ നസ്രകളെയൊക്കെ പഠിച്ച് ഹോമിൽ പോയിട്ടാണ് ഇവരൊക്കെ പഠിച്ച് ഈ ജിഹാദിന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഈ ഡിഗോ ഗാർഷിയിൽ നിന്ന് ഈ കപ്പലുകൾ എത്തുന്നവരെ ഇസ്രായേലിൻ്റെ അടി നടക്കും. അത് കഴിയുമ്പോൾ അമേരിക്ക അടിക്കും. അതെ, അപ്പോൾ അമേരിക്ക രംഗപ്രവേശം ചെയ്യും. അതിന് എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ ഉണ്ടാവും. നിങ്ങൾ അവിടെ ആക്രമിച്ചു, നിങ്ങൾ അങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞ ഒരു പണി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.